+2 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ IELTS മാൻഡേറ്ററി അല്ല. അതിന് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഓവർസീസ് നഴ്സിംഗ് പാത്വേയിലൂടെ CBT, OSCE തുടങ്ങിയവ എഴുതിയെടുക്കണം. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി ഇക്വലന്റ് ആവും, അതായത് ഡിഗ്രി നഴ്സിംഗിന് ഇക്വലന്റ് ആവും. BSc ടോപ്പ് അപ്പ് നഴ്സിംഗ് എടുക്കുന്നതിന് IELTS മാൻഡേറ്ററി ആണോ? പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പ്രോഗ്രാമിന് നിങ്ങൾക്ക് +2 നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇത് IELTS മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ IELTS OET എഴുതി സമയം കളയണ്ട. ഇത്രയും പെട്ടെന്ന് ഈ കോഴ്സുകൾക്ക് ചേർന്ന് അതോടൊപ്പം ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ സൈഫ് റൂട്ടിലൂടെ നിങ്ങൾക്ക് നേഴ്സാകാം, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുടനെ നിങ്ങൾ IELTS OET എടുക്കാം. UK വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ലും നിങ്ങളുടെ ലിസണിങ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നതാണ്. അതുകൊണ്ട് IELTS കിട്ടാനും വളരെയധികം ചാൻസ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ റീഡിങ് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ഉള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ഡിപ്ലോമ നേഴ്സസിന് രജിസ്ട്രേഷൻ കിട്ടാനും കരിയർ ഡെവലപ്പ് ചെയ്യാനുമുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇവർക്ക് NMC രജിസ്ട്രേഷൻ കിട്ടുമോ? ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് NMC രജിസ്ട്രേഷൻ കിട്ടത്തില്ല. ഇതിന് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഓവർസീസ് നഴ്സിംഗ് പാത്വേയിലൂടെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് CBT, OSCE തുടങ്ങിയവ എഴുതിയെടുക്കണം. അതിന് രണ്ട് രീതിയിലാണ്. ഒന്ന്, നിങ്ങൾ OET ഓർ IELTS ഇവിടെ വന്നു കഴിഞ്ഞ് പാസ്സാകണം. അല്ല എങ്കിൽ സേഫ് പാത്വേ IELTS OET ഇല്ലാതെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ നിങ്ങളുടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ ഏതെങ്കിലും കെയർ ഹോമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലാണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റോ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IELTS OET ഇല്ലാതെ ഇവിടെ രജിസ്ട്രേഷൻ നേഴ്സാകാൻ പറ്റുന്നതാണ്. സാറേ, മറ്റുള്ള കൺട്രീസിലേക്ക് ഈ ടോപ്പ് അപ്പ് നേഴ്സിന് ഒരു സാധ്യതയില്ല. UK ആണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഇവിടുന്ന് വേറൊരു കൺട്രിയിലേക്ക് പോകണമെങ്കിൽ അത് അവർക്ക് വാല്യുബിൾ ആണോ? പിന്നെ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി ഇക്വലന്റ് ആവും, അതായത് ഡിഗ്രി നഴ്സിംഗിന് ഇക്വലന്റ് ആവും. ഇപ്പം ഓസ്ട്രേലിയ, കാനഡ, ഇവൻ മിഡിൽ ഈസ്റ്റിൽ തന്നെ ദുബായ് അങ്ങനെ തുടങ്ങിയ കൺട്രികളിൽ നിങ്ങൾക്ക് മിനിമം ഡിഗ്രി നഴ്സിംഗ് എങ്കിലും വേണം. അത് USA-ക്കും അത് തന്നെയാണ്, ഡിഗ്രി വേണം. അപ്പം ഈ ഒരു ടോപ്പ് അപ്പ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയി മാറാവുന്നതാണ്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കരിയർ പാത്വേ പറഞ്ഞു കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. താങ്ക് യു.